ഗൈസ് നമ്മളങ്ങനെ തഞ്ചാവൂർ എത്തി. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒത്തിരി സ്റ്റേ ഉണ്ട്. ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. രാവിലെ നമ്മളങ്ങനെ അമ്പലം കാണാൻ പോയി. ഷെയർ ഓട്ടോ പിടിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ നല്ല കത്തി റേറ്റാ പറയും. നമ്മൾ ചെറുതായിട്ട് വിശന്ന കാരണം നമ്മൾ അത് ചായയോ ഇച്ചിരി സ്നാക്സോ കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വെച്ച് അപ്പോൾ കഴിക്കാൻ പോവാം. ഹായ് ഗൈസ്, നമ്മളിന്ന് ബൃഹടേശ്വര ടെമ്പിൾ, അതായത് തഞ്ചാവൂർ പെരിയ കോവിൽ കാണാൻ വന്നിട്ടേ ഉള്ളു. തമിഴ്നാട് അമ്പലമൊക്കെ ആകുമ്പോൾ മുല്ലപ്പൂ മസ്റ്റാണല്ലോ. അങ്ങനെ മുല്ലപ്പൂലം വാങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അക്കോർഡിംഗ് ടു ദിസ് മാപ്പ് നമുക്ക് 15 ഇത് കവർ ചെയ്യാനുണ്ട് എന്നാ. ഒന്നും രണ്ടെണ്ണം അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റിയതാണ്. ഇതൊന്ന്, ഇത് 2. നമ്മൾ ചെരുപ്പ് ഇട വെക്കണം. അക്കോർഡിംഗ് ടു ദി മാപ്പ് 4th വണ്ണാണ് ഈ നന്ദി. അത്യാവശ്യം രാവിലെ എത്താൻ നോക്കണം, കാരണം വെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മളൊരു 7 മണിക്കൊക്കെ എത്തിയത്. അപ്പോഴേ നമ്മുടെ നാട്ടിലൊരു 11 മണിയുടെ ഒരു എഫക്റ്റ് ആയിരുന്നു. അതിനകത്ത് പൂജ ഉണ്ടായിരുന്നു, നല്ല ക്യൂ ആയിരുന്നു. നമ്മൾ കുറച്ചൊക്കെ ക്യൂവിൽ നിന്ന് കണ്ട്. പറ്റുന്ന അത്ര മോർണിംഗ് വരണം. നമ്മൾ രാവിലെ വന്നപ്പം കുറച്ച് പേരെ കയറാനുണ്ടായിട്ടുള്ളൂ. അകത്ത് ഇവണ്ടോ തിരക്കുണ്ടെങ്കിലും, പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഇവിടെയെല്ലാം നല്ല തിരക്കുണ്ട്. 600 അറൗണ്ട്. പിന്നെ ചെറുതെന്ന് പറയാൻ ഇതുപോലത്തേതാ, അതിനൊക്കെ 300 അറൗണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ക്ലോക്ക് റൂം ഉണ്ട്. ഒരു ബാഗിന് 25 റുപ്പീസ് വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അമ്പലം വിസിറ്റ് ചെയ്യും. നമ്മൾ നേരെ പാലസ് വിസിറ്റിലേക്ക് പോയി. അതിൻ്റെ അടുത്ത് കാണാൻ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇതും കൂടി കണ്ടിട്ട് പോകാൻ നേരത്തെ. ഇതാണ് ആർട്ട് ഗാലറി. ഇതാണ് ബെൽ ടവർ വരുന്നത്. കയറി നോക്കണം. ഫുള്ളുമായിട്ട് അങ്ങ് മറാത്ത പാലസ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ആർട്ട് ഗാലറി ഉണ്ട്, പിന്നെ ബെൽ ടവറും എല്ലാം ഈ ഒരു ഏരിയയിൽ വരും. ലൈബ്രറി വരുന്നുണ്ട്, എല്ലാം കൂടി ഇതിനകത്താണ്. നമ്മളിപ്പം കണ്ട അമ്പലം, തഞ്ചാവൂർ അമ്പലത്തിൻ്റെ ഫോട്ടോ. ആർട്ട് ഗാലറിയുടെ അകത്ത് തഞ്ചാവൂരിൻ്റെ കുറേ ഓൾഡ് ഫോട്ടോസും പിന്നെ വെയിലിൻ്റെ ഒരു ബോണും ആണുള്ളത് കാര്യമായിട്ട്. ബെൽ ടവർ കാണാം. കയറാൻ വിടുമോ അറിയില്ല, നോക്കാം. ഇതിനകത്ത് കുറച്ച് പിക്ചേഴ്സ്, പിന്നെ വെയിലിൻ്റെ ബെൽ ടവർ എന്ന് പറഞ്ഞിട്ട് ആകെ ഈ 4-5 തൂണുണ്ട് കാണാൻ, വേറെ ഒന്നുമില്ല. ഇതിനകത്ത് കയറിപ്പോവാനുള്ളതെല്ലാം അടച്ചിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് അത്രയും സമയക്കുറവ് ഉണ്ടെങ്കിൽ ഈ ഏരിയയിൽ വരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം പാലസ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട്. അങ്ങനെ തഞ്ചാവൂരിന് ഉച്ചയായപ്പോൾ നമ്മൾ പിന്നെയും നേരെ തൃച്ചിയിലോട്ട് പോയി. തൃച്ചി ടൗണിൻ്റെ അടുത്ത്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു സ്പോട്ടാണ് ഇത്, റോക്ക് ഫോർട്ട്. ഇതൊരു അമ്പലമാണ്, പാറേൻ്റെ മുകളിലുള്ള ഒരു അമ്പലം. തമിഴ്നാട്ടിൽ കുറേ അമ്പലങ്ങൾ ഇങ്ങനെ പാറേൻ്റെ മുകളിലുണ്ടാവും. പിന്നെ ഇതിനകത്ത് ഞാൻ ആനേനെ കണ്ട്, ആനേൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അനുഗ്രഹം വാങ്ങുന്നത് ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. കുറച്ചധികം നടന്നു കയറാണ്ട്, പക്ഷെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വലിഞ്ഞ് കയറുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കയറുമ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ കയ്യിൽ കരുതിയിട്ട് കയറുന്നതാണ് സേഫ്. ഗൈസ് മേലെത്തിയപ്പോൾ എന്തെല്ലാം വ്യൂ ആണെന്നറിയാം. എൻ്റെ അറിവിൽ കുറേ പേര് ഈ സ്ഥലത്ത് പോകാറുണ്ട്, പക്ഷെ അധിക പേരും മോർണിംഗാണ് പോകാറ്. ബട്ട് നൈറ്റ് വ്യൂ ആണ് ഏറ്റവും ബെസ്റ്റ്. നൈറ്റ് തന്നെ ഇവിടെ പോകണം. എൻ്റെ തൃച്ചി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈവൻ നമ്മൾ തലേ ദിവസം പോയ ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിൾ, അതുവരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി. ഇവിടെ പോകാനും വരാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇച്ചിരി നടന്നാൽ തന്നെ നമുക്ക് ടൗണും ബസ്സൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ തഞ്ചാവൂരിനോടും തൃച്ചിനോടും തമിഴ്നാടിനോടും ബൈ പറഞ്ഞ് കേരളത്തിലോട്ട് വന്നു. ബൈ ബൈ.